ജന്മഭൂമി പ്രധാന വാർത്തകൾ. കാണം വിറ്റ് ഓണം ഉണ്ണണം. അവശ്യ സാധനങ്ങളുടെ വില കുത്തനെ ഉയരുന്നു. കോഴിക്കോട് ഓണം അടുത്തതോടെ അവശ്യ സാധന വില കുത്തനെ ഉയർന്നതിനാൽ കാണം വിറ്റ് ഓണം ഉണ്ണേണ്ട അവസ്ഥയിലാണ് സാധാരണക്കാർ. അരി, തുവരപ്പരിപ്പ്, വെളിച്ചെണ്ണ, ചെറുപയർ, കടല തുടങ്ങി പല വ്യഞ്ജനങ്ങൾക്കെല്ലാം വില കൂടിയിട്ടുണ്ട്. സാധാരണക്കാർക്ക് ആശ്വാസമായിരുന്ന സിവിൽ സപ്ലൈസിന്റെ ഓണച്ചന്തകളിൽ വരെ പല സാധനങ്ങൾക്കും വില കൂടി. ഉന്തും തള്ളുമില്ലാതെ ആശ്വാസത്തോടെ ഇത്തവണ ഓണത്തിന് നാട്ടിലെത്താം. 4 ട്രെയിനുകളിൽ അധിക കോച്ചുകൾ. കോഴിക്കോട് ഓണത്തിന് നാട്ടിലേക്ക് തിരിക്കുന്നവർക്ക് ഉന്തും തള്ളുമില്ലാതെ ആശ്വാസത്തോടെ ട്രെയിനിൽ തന്നെ നാട്ടിലെത്താം. ഓണത്തോടനുബന്ധിച്ചുള്ള യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് ദക്ഷിണ റെയിൽവേ 4 ട്രെയിനുകളിൽ അധിക കോച്ചുകൾ അനുവദിച്ചു. തിരുവനന്തപുരം കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് ഏരീസ് കൊല്ലം സെയിലേഴ്സിനെതിരെ 18 റൺസ് ജയം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 147 റൺസ് സ്വന്തമാക്കി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഏരീസ് കൊല്ലം സെയിലേഴ്സ് 18.1 ഓവറിൽ 129 റൺസിന് ഓൾ ഔട്ടായി. കൊച്ചിക്ക് വേണ്ടി ആനന്ദ് കൃഷ്ണനും ജോബിൻ ജോബിയും നേടിയ അർദ്ധ സെഞ്ചുറികളാണ് മികച്ച സ്കോർ സമ്മാനിച്ചത്. 34 പന്തിൽ നിന്ന് 5 സെഞ്ചുറിയും 2 ബൗണ്ടറിയും ഉൾപ്പെടെ ആനന്ദ് കൃഷ്ണൻ 54 റൺസ് നേടി. ജോബിൻ ജോബി 50 പന്തിൽ നിന്ന് 2 സിക്സറും 5 ബൗണ്ടറിയും ഉൾപ്പെടെ 51 റൺസ് നേടി. നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 147 എന്ന സ്കോറിൽ കളി അവസാനിച്ചു. മലയാളത്തിൽ പ്രതീക്ഷ നൽകുന്നത് ചെറുകഥാ സാഹിത്യം. കോഴിക്കോട് മലയാള ചെറുകഥാ സാഹിത്യത്തിലെ പുതിയ പ്രവണതകളെക്കുറിച്ചും പുതിയ എഴുത്തുകാരെക്കുറിച്ചും ഭാഷാ സമന്വയവേദി ചർച്ച സംഘടിപ്പിച്ചു. കലയെയും സാഹിത്യത്തെയും സാങ്കേതിക വിദ്യ വലിയ തോതിൽ സ്വാധീനിക്കുമ്പോഴും പുതിയ എഴുത്തുകാരും പുതിയ കൃതികളും പ്രതീക്ഷ നൽകുന്നുവെന്ന് ചെറുകഥാ സാഹിത്യം പുതിയ കാലത്ത് എന്ന ചർച്ചയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. ഭാഷാ സമന്വയവേദി അംഗങ്ങളായ വാരിജാക്ഷൻ ഇക്കഴിയൂർ രചിച്ച ശ്ലഥബിംബങ്ങൾ ഡോക്ടർ MK അജിതകുമാരി പരിഭാഷപ്പെടുത്തി എഡിറ്റ് ചെയ്ത 23 ഭാഷകൾ, കഥകൾ എന്നീ കൃതികൾ ഡോക്ടർ ആർസു, ഡോക്ടർ PK രാധാമണി എന്നിവർ പ്രകാശനം ചെയ്തു. കഞ്ചാവ് കൊണ്ടുവച്ച് കടയുടമയെ കുടുക്കിയതായി പരാതി. മാനന്തവാടി മൈസൂർ റോഡിലെ കടയിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത. കടയുടമയെ കുടുക്കാൻ കഞ്ചാവ് കൊണ്ടുവച്ചതാണെന്നും പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും മാനന്തവാടി മർച്ചന്റ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ കടയുടമയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. എന്നാൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഉടമ പള്ളിയിൽ പോയ സമയത്ത് കടയിൽ അതിക്രമിച്ചു കയറി കഞ്ചാവ് പൊതി ബോധപൂർവം വെക്കുകയാണെന്ന് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കടയുടമയെ ബോധപൂർവം കേസിൽ കുടുക്കുന്നതിനു വേണ്ടിയുള്ള ഹീന ശ്രമമാണ് നടത്തിയതെന്ന് വ്യക്തമാണ്. അതിന്റെ പിന്നിലുള്ളവരെ വെളിച്ചത്ത് കൊണ്ടുവരണമെന്നും നടപടികൾ സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് K ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. PV മഹേഷ്, NP ഷിബി, MV സുരേന്ദ്രൻ, NV അനിൽകുമാർ, EA നാസിർ, CK സുജിത്ത്, KS ജോർജ് എന്നിവർ സംസാരിച്ചു. മാലിന്യം ഓടയിലേക്കൊഴുകി 1 ലക്ഷം രൂപ പിഴ ചുമത്തി. മാനന്തവാടി സ്വകാര്യ കെട്ടിടങ്ങളിലെ മാലിന്യം പൊതു ഓടയിലേക്ക് ഒഴുക്കിവിട്ടതിനെതിരെ നടപടി സ്വീകരിച്ച് മാനന്തവാടി നഗരസഭ. മാനന്തവാടി പോസ്റ്റ് ഓഫീസ് റോഡിൽ പ്രവർത്തിക്കുന്ന ബിസ്മില്ല ഹോട്ടൽ, റിവേര ലോഡ്ജ് എന്നിവയുടെ ഉടമസ്ഥർക്കാണ് 50,000 രൂപ വരെ പിഴയിട്ടത്. ഗ്രാമീണ ലൈബ്രറികൾ പുനഃസ്ഥാപിക്കണം. കേരളത്തിലെ ഗ്രാമീണ ജനതയുടെ ക്ഷേമത്തിന് നിർണായക പങ്കുവഹിക്കാൻ കഴിയുന്ന ഗ്രാമീണ ലൈബ്രറികൾ നിലവിൽ അവയുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നില്ല. ഈ ലൈബ്രറികൾ നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ടത് ദൈനംദിന പ്രശ്ന പരിഹാരം മുതൽ പഠന വിഭവങ്ങൾ ശേഖരിക്കുന്നതുവരെയുള്ള വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള കേന്ദ്രങ്ങളായാണ്. ഭീകരരെ നേരിടാൻ കാശ്മീരിലെ ജനങ്ങൾക്ക് സൈന്യം പരിശീലനം നൽകുന്നു.
ശ്രീനഗർ. ജമ്മു കാശ്മീർ ജനതയുമായി സഹകരിച്ച് ഭീകരത നേരിടാൻ വില്ലേജ് ഡിഫൻസ് ഗാർഡുകളെ സൈന്യം പരിശീലിപ്പിക്കുന്നു. 600 പേരാണ് പുതിയ സംരംഭത്തിന് കീഴിൽ പരിശീലനം നേടുന്നത്. സ്റ്റാർലൈനർ തിരികെ എത്തി, സുനിതയും വിൽമോറുമില്ലാതെ. വാഷിംഗ്ടൺ. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ബോയിംഗ് സ്റ്റാർലൈനർ പേടകം ഭൂമിയിൽ തിരിച്ചെത്തി. നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസിനെയും ബൂച്ച് വിൽമോറിനെയും ഒപ്പം കൂട്ടാതെയാണ് സ്റ്റാർലൈനറിന്റെ മടക്കം. ന്യൂമെക്സിക്കോയിലെ വൈറ്റ് സാൻഡ്സ് സ്പേസ് ഹാർബറിൽ ഭാരത സമയം ഇന്നലെ രാവിലെ 9:30 സ്റ്റാർലൈനർ പറന്നിറങ്ങി. സുനിതയും വിൽമോറും ഫെബ്രുവരിയിൽ മടങ്ങിയെത്തുമെന്നും നാസ അറിയിച്ചു. ഇന്നലെ പുലർച്ചെ 3:30 പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെട്ടത്. പാരച്യൂട്ടുകളുടെ സഹായത്തോടെ ഭൂമിയിലിറക്കി. ജൂൺ 5 സുനിത വില്യംസിനെയും വിൽമോറിനെയും വഹിച്ച് സ്റ്റാർലൈനർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ടത്. മനുഷ്യരെ സ്റ്റാർലൈനറിന്റെ ആദ്യ പരീക്ഷണ വിക്ഷേപണമായിരുന്നു ഇത്. 8 ദിവസം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തങ്ങി പരീക്ഷണങ്ങൾ നടത്തുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ യാത്രയിൽ പേടകത്തിന്റെ 28 ത്രസ്റ്ററുകളിൽ 5 തകരാറിലായി. ഇത് ഹീലിയത്തിന്റെ ചോർച്ചയിലേക്ക് നയിച്ചു. തുടർന്ന് പേടകം തിരിച്ചിറക്കുന്ന ദൗത്യം നീളുകയായിരുന്നു. സുനിതയെയും വിൽമോറിനെയും വഹിച്ച് സ്റ്റാർലൈനർ തിരിച്ചിറക്കുന്നതിൽ ആശങ്കയുണ്ടെന്ന് നാസയുടെ വിദഗ്ധ സംഘം വിലയിരുത്തിയതിനെ തുടർന്നാണ് സ്റ്റാർലൈനർ തനിച്ച് മടങ്ങിയത്. ഇലോൺ മസ്കിന്റെ സ്പേസ് എസ് ക്രൂ ഡ്രാഗണിന്റെ പേടകത്തിലായിരിക്കും സുനിതയും വിൽമോറും ഭൂമിയിലെത്തുക. മെഡിക്കൽ കോളേജിലെ സാമ്പത്തിക ക്രമക്കേട്. സന്ദീപ് ഘോഷ് വാങ്ങിക്കൂട്ടിയത് ഏക്കർ കണക്കിന് ഭൂമി. കൊൽക്കത്ത. ആർജിക്കർ മെഡിക്കൽ കോളേജിലെ സാമ്പത്തിക ക്രമക്കേട് കേസിൽ അറസ്റ്റിലായ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് വാങ്ങിക്കൂട്ടിയത് ഏക്കർ കണക്കിന് ഭൂമി. കേസിൽ അന്വേഷണം വിപുലീകരിച്ച് ED. സന്ദീപ് ഘോഷിന് സൗത്ത് 24 പർഗനാസ് ജില്ലയിലുള്ള ആഡംബര ബംഗ്ലാവിൽ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം പരിശോധന നടത്തി. സന്ദീപ് ഘോഷിന്റെയും ഭാര്യ സംഗീത് ഘോഷിന്റെയും പേരിലുള്ള വസതിയാണിത്. 100ഓളം ഏക്കർ ഭൂമിക്ക് നടുവിലായാണ് കാനിങ്ങിലെ ആഡംബര ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. സന്ദീപ് വില്ല എന്ന് പേരിട്ടിരിക്കുന്ന ഈ ബംഗ്ലാവിൽ സന്ദീപ് ഘോഷ് ഇടയ്ക്കിടയ്ക്ക് എത്താറുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. സന്ദീപ് ഘോഷ് ഈ മേഖലയിൽ വലിയ തോതിൽ സ്ഥലം വാങ്ങിക്കൂട്ടിയതായും ആരോപണമുണ്ട്. ഇയാൾ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്നത് വ്യക്തമാക്കുന്ന തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. മുംബൈ. അമേരിക്കയെ പിന്തള്ളി ലോകത്തിലെ 2ാമത്തെ വലിയ 5G മൊബൈൽ ഫോൺ വിപണിയായി ഭാരതം. ചൈനയാണ് പട്ടികയിൽ 1ാമത്. ആഗോള 5G ഹാൻഡ്സെറ്റ് കയറ്റുമതിയിൽ 2024 ആദ്യ പകുതിയിൽ 20% വാർഷിക വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ഭാരതത്തിൽ നിന്ന് ആപ്പിൾ ആണ് ഏറ്റവും കൂടുതൽ 5G ഫോൺ കയറ്റുമതി ചെയ്തത്. ലോക വേസ്റ്റ് പദ്ധതി താളം തെറ്റി, മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. കോഴിക്കോട്. മെഡിക്കൽ കോളേജിലെ മാലിന്യ സംസ്കരണത്തിനുള്ള സീറോ വേസ്റ്റ് പദ്ധതി താളം തെറ്റിയെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പരാതി പരിശോധിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു. ഇൻസിനറ്റ് ഷോട്ട്പുട്ടിൽ വെങ്കലം നേടി ഹൊക്കാറ്റോ. പാരീസ് പാരാലിമ്പിക്സിന് ഇന്ന് സമാപനം. ചൈനീസ് കുതിപ്പ്. പാരീസ്. കഴിഞ്ഞ 11 ദിവസമായി തുടർന്നു വരുന്ന പാരീസ് പാരാലിമ്പിക്സ് 2024 ഇന്ന് സമാപനം. 22 കായിക മത്സരങ്ങളുടെ 549 ഇനങ്ങളിലായി 170 രാജ്യങ്ങളിൽ നിന്നെത്തിയ 4400 താരങ്ങളാണ് മത്സരിച്ച മൊത്തം താരങ്ങൾ. ഭാരത സമയം വൈകിട്ട് 7:05 നിശ്ചയിച്ചിട്ടുള്ള 107 കിലോ വിഭാഗം പുരുഷ പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലോടെ മത്സരങ്ങൾ പൂർത്തിയാകും. രാത്രി 12-നാണ് സമാപനം. ഭാരതത്തിന്റെ അവസാന ഇനം ഉച്ചയ്ക്ക് 12-ന് നടക്കുന്ന വനിതകളുടെ 200 മീറ്റർ കയാക്കിംഗ് മത്സരമാണ്. ഇതിന്റെ സെമിയിൽ ഭാരതത്തിന്റെ പൂജ ഓജ മത്സരിക്കും. ഇന്നലെ പുരുഷ ശുഭദിനം. നന്ദി.